സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രം പ്രതിഭയും പ്രതിഭാസവും ഒന്നിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയോടുകൂടി തിയേറ്ററിലേക്ക് വന്ന ചിത്രം. ലാലേട്ടനും ലിജോ ജോസ് പള്ളിശ്ശേരിയും ആ ഒരു കോമ്പിനേഷൻ കാണണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എല്ലാ പ്രേക്ഷകരുടെയും. അത് നിറവേറിയിരിക്കുകയാണ് മലൈക്കോട്ടൈ വാലിബൻ. അങ്ങനെ ചിത്രം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷാ. മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അത് ആദ്യം തന്നെ പറഞ്ഞേക്കാണ്. അപ്പം ചിത്രം മലൈക്കോട്ടൈ വാലിബൻ, ലാലേട്ടൻ, ഹരീഷ് പേരാടി, അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അണിനിരന്ന ഒരു വലിയൊരു ചിത്രമാണ് മലൈക്കോട്ടൈ വാലിബൻ. പല ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ പേരുടെ പേരൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ലിജോ ജോസ് പള്ളിശ്ശേരി. ഇതിൻ്റെ മെയിൻ കഥ എഴുതിയിരിക്കുന്നത് ലിജോ ജോസ് പള്ളിശ്ശേരി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് PS റഫീഖാണ്. പുള്ളിയുടെ കൂടത്തിൽ 2-3 സിനിമകൾ, അമേൻ പോലുള്ള സിനിമകളെല്ലാം വർക്ക് ചെയ്ത റൈറ്ററാണ് PS റഫീഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് മധു നീലകണ്ഠനാണ്. ഇവരുടെ പേര് ആദ്യം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഗംഭീര വർക്കാണ് ഈ ചിത്രത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എഡിറ്റ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ദീപു S ആണ്. അത്രയും ആണ് മെയിൻ കാസ്റ്റ് ആൻഡ് ക്രൂ. അപ്പം ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുത്തശ്ശി കഥ വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു അമർചിത്ര കഥ വായിക്കുന്ന പോലെ, പല ചാപ്റ്ററുകളായി തിരിച്ച ഒരു കഥ വായിക്കുന്ന പോലെ, ഒരു ഫാൻറ്റസി കഥ വായിക്കുന്ന പോലെ, ഒരു മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന ഒരു യോദ്ധാവ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന അദ്ദേഹത്തിൻ്റെ ട്രാജഡികൾ, പ്രണയങ്ങൾ, ഒരുപാട് ഇമോഷൻസ്, അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ജീവിതങ്ങൾ, ഇതെല്ലാം തുറന്ന് കാണിച്ച് പോകുന്ന ഈ മല്ലയുദ്ധക്കാരൻ ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് പോകുന്ന വഴിമധ്യേ പ്രേക്ഷകരെ കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ ഈ ഇമോഷൻസിലൂടെ എല്ലാം കടന്നുപോയി ഓരോ ചാപ്റ്റർ വൈസ് നമ്മളെ മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനും എല്ലാം കാണിച്ചു തന്ന് അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ കൊണ്ട് നിർത്തുന്ന ഒരു ഫാൻറ്റസി ഫിക്ഷൻ, ഒരു ഡ്രാമ, അങ്ങനെ പല ജോണറുകൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കാം. കാരണം ചിത്രം ഇറങ്ങി ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വളരെ മോശപ്പെട്ട റിവ്യൂകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആൾക്കാർ വേറെ എന്തൊക്കെയോ മനസ്സിൽ പ്രതീക്ഷിച്ചാണ് തിയേറ്ററിലേക്ക് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ തിയേറ്റർ കുലുങ്ങും എന്നുള്ളൊരു ഡയലോഗ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ എല്ലാവരും ആ പ്രതീക്ഷ വെച്ചായിരിക്കും ചിലപ്പോൾ പോയിരുന്നത്. പക്ഷേ ലിജോ ജോസ് പള്ളിശ്ശേരി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെ സിനിമകൾ അത്രയേറെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുള്ള ഒരു മനുഷ്യന് ഒരിക്കലും കുറ്റം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം നമ്മുടെ അശ്വിൻ കോക്ക് എന്ന് പറയുന്ന റിവ്യൂറിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. ഞാൻ ഒരുപാട് റിവ്യൂസ് കാണാറുള്ളതാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ചിത്രം ഒന്നിനും കൊള്ളത്തില്ലാത്ത പോലെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചിത്രം നല്ല രീതിയിൽ ഒന്ന് ഇരുന്ന് ആസ്വദിച്ചാൽ അതിൻ്റെ ആ ഒരു പേസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വളരെ സ്ലോയിലാണ് ചിത്രം പോകുന്നത്. സാധാരണഗതിയിലുള്ള ഒരു ആക്ഷൻ സിനിമകളോ അല്ലെങ്കിൽ ഒരു മാസ് മസാല സിനിമകളോ കാണുന്ന ഒരു പ്രേക്ഷകന് ചിലപ്പോൾ ദഹിച്ചില്ല എന്ന് വരാം. പക്ഷെ എന്നാലും അവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എനിക്കെന്തായാലും പേഴ്സണലി ഇത് വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായി. ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നാമത് ഈ ഫാൻറ്റസി, അതിലുള്ള ഫിക്ഷൻ സിനിമകൾ, കഥകൾ എല്ലാം ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എനിക്കത് നല്ല രീതിയിൽ വർക്കൗട്ടായി. പോസിറ്റീവുകൾ, ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ വർക്ക് തന്നെയാണ്. മധു നീലകണ്ഠനാണ് ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എല്ലാ ഫ്രെയിമും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത കുറേ ഗംഭീര ഫ്രെയിമുകൾ കാണാൻ സാധിച്ചു. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കുമ്മാട്ടി ഞാൻ IFFK കണ്ടപ്പോൾ, G അരവിന്ദൻ ഒരു ലെജൻഡാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ അകത്ത് മിക്ക സിനിമകളിലും ആ ഒരു ഫ്രെയിമിങ് ഗംഭീരമായിരിക്കും. അത് ആ ഒരു സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത്ര ഗംഭീരമായിട്ട് എല്ലാ ഷോട്ടിലും ഇത്ര സൂപ്പർ ഒരു ഫീൽ, അല്ലെങ്കിൽ ആ ഒരു പഴയകാല ഫീല് കൊണ്ടുവന്ന ഒരു സിനിമ അടുത്തുണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഗംഭീര ഷോട്ടുകളായിരുന്നു ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രശാന്ത് പിള്ളയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെയൊക്കെ ഒരുപാട് പേര് കളിയാക്കുന്നത് കണ്ടു. പക്ഷേ ഈ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ ചിത്രങ്ങൾക്കുള്ള ഒരു ഫീലുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിവിടെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ആ ഒരു ഫീല് ഇവിടെ സ്ട്രൈക്ക് ആയിട്ടുണ്ട്. എനിക്കത് വർക്കൗട്ടായി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ എഡിറ്റിംഗ്. ദീപു S ജോസഫാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ, വലിയ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഗംഭീരമായിട്ട് കുറച്ച് നല്ല എഡിറ്റിംഗ് ഷോട്ടുകളും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്.
അതും എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ അതിനെ ആ ഒരു ട്രാവലിനെ ഈ 2-2.5 മണിക്കൂർ പോകുന്ന ആ കഥയിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനും ഒരു അനാവശ്യ കട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ഒരു ഫ്ലോയിൽ അതിനെ കൊണ്ടുപോകാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു. അതും സൂപ്പറാണ്. ലാലേട്ടൻ മലയക്കോട്ടെ വാലിബനായിട്ട് നിറഞ്ഞാടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. നേരെന്ന് പറഞ്ഞ ചിത്രം ഇറങ്ങിയപ്പോഴും ഇതേ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അത്ര ഗംഭീരമായിട്ട് ആ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചു. ഇനി അത് മറ്റൊരാൾ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിലും ഇയാൾ ചെയ്തിരുന്നെങ്കിൽ, അയാൾ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന റീപ്ലേസിങ്ങിനുള്ള ഒരു ഓപ്ഷനേ ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ വൈസ് ആണെങ്കിലും, ആ ഒരു ഡയലോഗ് ഡെലിവറി വൈസ് ആണെങ്കിലും, ബോഡി ലാംഗ്വേജ് വൈസ് ആണെങ്കിലും പുള്ളി കസറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. ഒരു മല്ലൻ അല്ലെങ്കിൽ ഒരു മലയക്കോട്ടെ വാലിബൻ എന്താണോ അത് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഹരീഷ് പേരാടി, ഒരുപാട് പേര് പുള്ളിയുടെ ആക്ടിങ് വളരെ മോശമായിട്ട് ബോറായിട്ട് വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് അതൊന്നും ഫീൽ ചെയ്തില്ല. വളരെ നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ എടുത്തു വെക്കുകയും ടുവേഡ്സ് ദി എൻഡ് ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് രീതി കാണിച്ചപ്പോൾ തന്നെ ഒരു നല്ല രീതിയിൽ അതിൻ്റെ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അതും ഒരുപാട് നെഗറ്റീവ് കേട്ടു. വില്ലൻ ഭയങ്കര കോമഡി പീസായി പോയെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. നല്ല എല്ലാ വില്ലന്മാരും ഒരേ രീതി ഇരിക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിനിമയും കാണാൻ പറ്റത്തില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മാനറസും കാര്യങ്ങളും, അതുപോലെ തന്നെ ചില സീനുകളിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നുണ്ട്. അത് പഴയൊരു സിനിമയുടെ ഏതോ ഒരു സീൻ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ അതിനൊക്കെ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലാലേട്ടനും ആ വില്ലനും കൂടി കാണുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇവരുടെ പെർഫോമൻസും ക്യാമറയും എഡിറ്റിങ്ങും കളറിങ്ങും എല്ലാം ഒന്നിനൊന്ന് ആർട്ട് വർക്കും എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ട് വന്ന കുറേ സീനുകളാണ്. അതാണ് അറിയാം. ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരുടെയും കാര്യം എടുത്ത് പറയേണ്ട ഒരു രീതിയിലേക്ക് വരികയാണ്. അത്ര മികച്ച രീതിയിലാണ് ഈ ചിത്രത്തിനെ ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ റോളുകളിൽ, ചെറിയ റോളെന്ന് പറയുന്നില്ല, ലാലേട്ടൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന, ആദ്യം മുതൽ അവസാനം വരെ സഞ്ചരിക്കുന്ന 2-3 പേരുണ്ട്. അവരുടെ പേര് എക്സാക്ട്ലി പേരെനിക്ക് അറിഞ്ഞുകൂടാ. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ അവരുടെ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സുചിത്ര ചിത്രത്തിൽ കുറച്ച് നേരമുണ്ട്. ഉള്ള കുറച്ച് പോർഷൻ സൂപ്പറായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു പാട്ടുമാണ് ആ ഒരു സെക്ഷനിലുള്ളത്. അതെല്ലാം നല്ല രീതിയിലും വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഈ ചിത്രത്തിന് ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ട് ഇപ്പോൾ പറയാമെന്ന് പറയുന്നത് ഇതിൻ്റെ ലാഗാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നുണ്ട്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഒരു ഷോട്ടിൽ നിന്ന് മറ്റു ഷോട്ടിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് വർക്കൗട്ടായെന്ന് വരികയില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നെഗറ്റീവ് അടിച്ചേക്കാം. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് അത് ഇല്ല, കുഴപ്പമില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ അത് റണ്ണിങ്ങിലേക്ക് വരും എന്നുള്ളൊരു ധാരണയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പം മൊത്തത്തിൽ എനിക്ക് ചിത്രം വളരെയധികം സാറ്റിസ്ഫൈ ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് ഒന്നും കൂടി കാണണം, അല്ലെങ്കിൽ 2 തവണയും കൂടി കാണണം എന്ന് തോന്നിപ്പിച്ച ഒരു ചിത്രം തന്നെയാണ് മലയക്കോട്ടെ വാലിബൻ. പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നേരെ തിരിച്ചാരുവാം. കാരണം ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് വരുന്നതുകൊണ്ട് തന്നെ ചിലർ ഈ നെഗറ്റീവ് കേട്ടോണ്ട്, ഇപ്പം ഇന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. മറ്റൊരാൾ പറയുന്ന വാക്കിൽ കൂടി ആവരുത് നിങ്ങളുടെ അഭിപ്രായം, അത് നിങ്ങൾ തന്നെ പറയണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. ഈ ഒരുപാട് നെഗറ്റീവ് പറയുന്നവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്ന അവർ മുത്തശ്ശി കഥകൾ കേൾക്കുക, മുത്തശ്ശികൾ അവരുടെ മുത്തശ്ശിമാർ കഥ പറഞ്ഞ് അവരെ ഉറക്കാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാത്ത, അല്ലെങ്കിൽ ഒരു ബാലരമ പോലും വായിക്കാത്ത ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ആൾക്കാരായതുകൊണ്ടാവാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കഥകൾ വളരെ സിമ്പിളായിട്ടുള്ള കഥയാണ്, ഏതൊരു ആൾക്ക് മനസ്സിലാകുന്ന. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മുമ്പത്തെ സിനിമകളായിട്ടുള്ള ചുരുളി, അതുപോലെ തന്നെ ജല്ലിക്കെട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചിന്തിക്കേണ്ട, ഇപ്പം നൻപകൽ ആണെങ്കിൽ കൂടി കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കേണ്ട രീതിയിലാണ്. പക്ഷേ അതൊന്നും ആവശ്യമില്ല. നമ്മളെപ്പോഴൊക്കെയോ കേട്ട ഒരു കഥകൾ പോലെ വളരെയധികം സിമ്പിളായിട്ട് മനസ്സിലാവുന്ന സിമ്പിൾ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൽ ഇത്ര നെഗറ്റീവ് പറയേണ്ട, അല്ലെങ്കിൽ അത് പോരായ്മ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ പറയുന്നത് മുത്തശ്ശി കഥ കേൾക്കാത്ത, ബാലരമ വായിക്കാത്ത, ഒരു അമർചിത്ര കഥ വായിക്കാത്ത ഒരു ജനറേഷൻ ആവാം, അല്ലെങ്കിൽ ആ ഒരു അത് കിട്ടാത്ത ഒരു ബാല്യമുള്ള ആൾക്കാരാവാം ഇതിനെ നെഗറ്റീവ് പറയുന്നത്. എന്തായാലും എനിക്കിത് നല്ല രീതിയിൽ വർക്കൗട്ടായി. ഞാൻ ഹാപ്പിയാണ്. എന്തായാലും അടുത്ത ഭാഗത്തിന് വേണ്ടി ഞാൻ നല്ല രീതിയിൽ വെയിറ്റിങ്ങുമാണ്. ഒരു ഭയങ്കര പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എനിക്കത് ഒരു എക്സൈറ്റ്മെൻറ്റ് കൂട്ടിയിട്ടുമുണ്ട്. എന്തായാലും ചിത്രത്തിൻ്റെ 2ാം ഭാഗം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി വരും എന്നും വരത്തില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് തന്നെ. എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ 2nd പാർട്ടും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മലയാള സിനിമയിൽ ഇതുപോലുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാവണം, ഇതുപോലുള്ള രീതിയിലുള്ള സിനിമകളും വരണം. എപ്പോഴും കാണുന്ന പാറ്റേണിൽ മാത്രം സിനിമകൾ കാണണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല. മാറട്ടെ, പുതിയൊരു മാറ്റം ഉണ്ടായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.
ചിത്രം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.